ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു നാടൻ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചക്ക കീന്തി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മുതലാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ കനം കുറച്ചാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ ചക്ക പുഴുങ്ങാനായിട്ട് ചക്ക കീന്തുന്നത്. അപ്പോൾ ചക്കയ്ക്ക് ഇച്ചിരി ചുളയൊക്കെ കട്ടി കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവ് പലതരത്തിലായി പോകും. അതുകൊണ്ട് തന്നെ ചക്ക ഞാനിങ്ങനെ ഈ ഒരു രീതി കീന്തി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വലിപ്പത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രീതി നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷെ ഇങ്ങനെ കീന്തുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില ചുളയൊക്കെ ചിലപ്പോൾ നമ്മൾ കട്ടി കൂട്ടിയൊക്കെ അരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്ക ചിലപ്പം വേവിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതേപോലെ കീന്തി എടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിനകത്ത് ചക്കക്കുരു ഒക്കെ ഇട്ട് വേണമെങ്കിൽ വേവിക്കാം കേട്ടോ. ചക്കക്കുരു ചില സമയങ്ങളിൽ അത് പെട്ടെന്ന് വേവുന്ന ചക്കക്കുരു ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചക്ക വേവിക്കാൻ വെക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ചക്കക്കുരുവും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ചക്കപ്പുഴുക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതേ ഞാൻ ചക്ക മൊത്തം കീന്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇതുകൊണ്ട് കനം കുറച്ച് കീന്തി ഇട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തേങ്ങയൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ തേങ്ങ ഇച്ചിരി കൂടുതലെടുക്കുകയാണ്. ചക്കപ്പുഴുക്കിൻ്റെ രുചി കൂടാനായിട്ട് ഏറ്റവും കൂടുതൽ തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ ആവശ്യത്തിന് ചെറിയുള്ളി, പിന്നെ കാന്താരി മുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ഇതും കൂടി ഇട്ട് കേട്ടോ ചക്ക വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ചക്കയ്ക്കകത്ത് ഈ അരപ്പിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അപ്പോൾ ആ ഒരു ഇത്തിരി മുഴുപ്പ് കൂടി ഉപ്പ് ചാടിയതാനും കൊണ്ട് അതോടുകൂടി ഇങ്ങോട്ട് ഇടുക കേട്ടോ ചെയ്ത്. എന്നും വേണ്ട ചക്കയ്ക്ക് ഉപ്പൊന്നും കൂടുതലുണ്ടായില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ പോകും. അപ്പോൾ ചില ചക്കയ്ക്കാണ് നമുക്ക് വെള്ളമൊന്നും അധികം ഒഴിച്ച് കൊടുക്കേണ്ടാത്ത ചക്കയുണ്ട്. ഇനി നമ്മൾ ഇതേപടിക്ക് തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെക്കുക കേട്ടോ. നമ്മൾ അരപ്പൊന്നും ഇനിയൊന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ ചക്കയ്ക്ക് എപ്പോഴും തീ ഇടുമ്പോൾ ഒരുപോലെ തീ കത്തണം, അല്ലെങ്കിൽ ചക്ക വാടിപ്പോകും. അപ്പോൾ അതാണ് തീയൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാട്ടോ. ഇപ്പം നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം പറ്റിയെന്ന് അറിയാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു കോല് വെച്ചിങ്ങനെ നമ്മുടെ കപ്പ ഇളക്കുന്ന കോലാട്ടോ. അപ്പോൾ അത് വെച്ച് തൊട്ട് നോക്കിയപ്പോൾ ഇതേപോലെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കപ്പക്കോലിൻ്റെ അടിയിൽ വെള്ളമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പം ചക്കയ്ക്ക് തേങ്ങ അരയ്ക്കുന്ന കൂടുതൽ ചിലർ വെളുത്തുള്ളി അരയ്ക്കും, പിന്നെ പച്ച കശുവണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് അരയ്ക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് ചക്കയൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. കാരണം നമ്മുടെ അരപ്പെല്ലാം ഒരേപോലെ പാകത്തിനെത്താനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ചക്കയ്ക്ക് തീ ഇടുമ്പോൾ നന്നായിട്ട് തീ ഇല്ലെങ്കിൽ ചക്ക ചിലപ്പം വാടിപ്പോൾ നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ വെക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ. ഇതേപോലെ ഞാൻ ഇളക്കി കൊടുത്തു കേട്ടോ. എന്നാലേ നമ്മുടെ അരപ്പ് നന്നായിട്ട് എല്ലായിടത്തും എത്തുള്ളൂ കേട്ടോ. കാരണം വെള്ളമൊന്നും ഒട്ടുമില്ല, നന്നായിട്ട് കുഴഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചക്കയിളക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിന്ന് എൻ്റെ അരപ്പ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലെ നല്ലതായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചക്ക. ഇനി നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഒരു പോർക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ചക്കയും പോർക്കും കൂടെ കൂട്ടിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നല്ല റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്കും പോർക്ക് കറിയും. അപ്പം നമ്മൾ ചക്കപ്പുഴുക്കാണെങ്കിൽ തോണ്ടിയെടുക്കാൻ പാകത്തിനാട്ടോ ഇരിക്കുന്നത്. നല്ലതായിട്ട് വേഗുന്ന ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.